അപ്പൊ വാട്ട് ഈസ് ഇവന്റ് ബബ്ലിംഗ് ആൻഡ് ഇവന്റ് ക്യാപ്ചറിങ്? ഇവന്റ് ബബ്ലിംഗ് എന്താണ്, ഇവന്റ് ക്യാപ്ചറിങ് എന്താണ്, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. എന്താണ് ഇവന്റ് ബബ്ലിംഗ്, എന്താണ് ഇവന്റ് ക്യാപ്ചറിങ്? ഇവന്റ് ബബ്ലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പഗേഷൻ മോഡലാണ്, വേർ ഇവന്റ്സ് ആർ ഹാൻഡിൽ ഫ്രം ദി ഇന്നർമോസ്റ്റ് എലമെന്റ് ടു ദ ഔട്ടർമോസ്റ്റ്. അതായത് ഒരു പ്രൊപ്പഗേഷൻ മോഡലാണ്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഇനി നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഇവന്റ്സ് എന്ന് പറയുന്നത്, ഇവന്റ് നടക്കുവാണെങ്കിൽ ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഇന്നർ മോസ്റ്റ്, ഏറ്റവും ഉള്ളിലത്തെ എലമെന്റ് നിന്ന് ഔട്ടർ മോസ്റ്റ് എലമെന്റ്, അങ്ങനെയാണ് തുടങ്ങുന്നത് ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്നർമോസ്റ്റ് എലമെന്റിൽ തൊട്ടാണ് ഔട്ടർ മോസ്റ്റ് എലമെന്റിലേക്ക് ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവന്റ് ക്യാപ്ചറിങ് എന്ന് പറഞ്ഞ പ്രൊപ്പഗേഷൻ മോഡലിനകത്ത് ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് എലമെന്റ്. അതിനകത്ത് ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യണ എവിടെ നിന്ന് തൊട്ടാണ്? ഔട്ടർ മോസ്റ്റ് എലമെന്റിൽ നിന്ന് ഇന്നർ മോസ്റ്റ് എലമെന്റിലേക്കായിരിക്കും ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവന്റ് ബബ്ലിങ്ങും ഇവന്റ് ക്യാപ്ചറിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇവന്റ് ക്യാപ്ചറിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് എലമെന്റിൽ നിന്ന് ഇന്നർമോസ്റ്റ് എലമെന്റിലേക്കായിരിക്കും ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇവന്റ് ക്യാപ്ചറിങ്ങിനകത്ത് എക്സാമ്പിൾ എന്നാന്ന് വെച്ചാൽ, ഒരു കമ്പനി ഉണ്ട്, യു ഹാവ് ദി സിഇഒ. അപ്പൊ ഒരു പർട്ടിക്കുലർ കമ്പനിനകത്ത് ഒരു സിഇഒ ഉണ്ട്, ഒരു മാനേജർ ഉണ്ട്, പിന്നെ എംപ്ലോയീസ് ഉണ്ട്. ഒരു സിഇഒ ഉണ്ട്, പിന്നെ മാനേജർ ഉണ്ട്, പിന്നെ എംപ്ലോയീസ് ഉണ്ട്. സോ എ ന്യൂ ഫീച്ചർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ കമ്പനി. അപ്പൊ ഇത്രയും ഇതാണ് ഉള്ളത്. അപ്പൊ ഒരു പുതിയൊരു ഫീച്ചർ കമ്പനീനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നൗ ദിസ് ഫീച്ചർ ദ സിഇഒ ഫസ്റ്റ് നോസ്. അപ്പൊ ഒരു പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും സിഇഒ ആണ് ഫസ്റ്റ് അറിയുന്നത്. പർട്ടിക്കുലർ ന്യൂ ഫീച്ചറിനെ കുറിച്ച് അറിയുന്നു. സിഇഒ എന്ത് ചെയ്യുന്നു? അത് മാനേജർ ആയിട്ട് സംസാരിക്കുന്നു ഈ പുതിയ ഫീച്ചറിനെ കുറിച്ച്, അബൌട്ട് ദിസ് ന്യൂ ഫീച്ചർ. മാനേജർ ഓൾസോ നോസ്. അപ്പം മാനേജറിനും ഈ പുതിയ ഫീച്ചറിനെ കുറിച്ച് അറിയാം. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ ഫീച്ചർ എന്നാന്ന് വെച്ചാൽ, ദ മാനേജർ ഗോസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ന്യൂ ഫീച്ചർ ടു ദ എംപ്ലോയീസ്. അതായത് മാനേജർ എന്ത് ചെയ്യും? അത് ഈ ഈ ഫീച്ചറിനെ കുറിച്ച് പിന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവര് എംപ്ലോയീസുമായിട്ട് ഈ പുതിയ ഫീച്ചറിനെ കുറിച്ച് സംസാരിക്കും. ഇതിനെയാണ് നമ്മൾ ഇവന്റ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആക്ഷൻ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് എലമെന്റ് ആൻഡ് ഇറ്റ് റീച്ചസ് ദ ഇന്നർ മോസ്റ്റ് എലമെന്റ്. അതായത് ആദ്യമേ സിഇഒയിൽ നിന്ന് പിന്നെ മാനേജർ, പിന്നെ മാനേജറിൽ നിന്ന് എംപ്ലോയീസിലേക്ക്. അതായത് ഔട്ടർ മോസ്റ്റ് എലമെന്റിൽ നിന്ന് ഇന്നർ മോസ്റ്റ് എലമെന്റിലേക്കായിരിക്കും ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇവന്റ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. ഇവന്റ് ബബ്ലിംഗ് എന്ന് പറയുന്നത്, ഇഫ് ദ എംപ്ലോയീസ് ഇൻ ദ പെർട്ടിക്കുലർ കമ്പനി ആർ സർട്ടൈൻ കൺസേൺസ്. അതായത് ഇപ്പൊ എംപ്ലോയീസ്, അതായത് ഒരു കമ്പനീനകത്ത് എംപ്ലോയീസിനകത്ത് കുറച്ച് കൺസേൺസുകൾ ഉണ്ട് റിലേറ്റഡ് ടു ദ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസേൺസുകൾ ഉണ്ട്. അപ്പൊ ഈ കൺസേൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ ഈ എംപ്ലോയീസ് എന്ത് ചെയ്യും? ഈ കൺസേൺസ് എല്ലാം മാനേജറിനോട്ട് പറയും. ആൻഡ് ദ മാനേജർ എന്ന് പറയുന്നത് ഈ കൺസേൺസ് എല്ലാം സിഇഒനോട് പറയും. അതിനെയാണ് ദ ബബ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിൽ നിന്ന് മാനേജറിലേക്ക്, പിന്നെ സിഇഒയിലേക്ക് കൺസേൺസ് പാസ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമ്മൾ ബബ്ലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഇന്നർമോസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ആൻഡ് ഗോയിങ് ടു ദ ഔട്ടർ മോസ്റ്റ്, സ്റ്റാർട്ടിങ് ഫ്രം ദി ബോട്ടം ഗോയിങ് ടു ദ ബോട്ടത്തിൽ നിന്ന് സ്റ്റോപ്പിലേക്ക് പോകുന്നതാണ് ഇവന്റ് ബബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവന്റ് ബബ്ലിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു HTML ഇതുണ്ട്, ഡോക് ടൈപ്പ് HTML. അതിനകത്ത് HTMLന്റെ ഉള്ളിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെഡ് ടാഗിന്റെ ഉള്ളില് ടൈറ്റിൽ ഇവന്റ് ബബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ഉണ്ട്. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഹെഡ് ടാഗ്, HTML-നകത്ത് ഹെഡ് ടാഗിന്റെ ഉള്ളില് ടൈറ്റിൽ ഉണ്ട്. അതിനകത്ത് ആദ്യമേ തന്നെ ഇവന്റ് ബബ്ലിംഗ്
സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ് ടോപ്പ് ഡിവ് കേളി ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ ടോപ്പ് ഡിവിന് കുറച്ച് സ്റ്റൈൽ കൊടുക്കുന്നു. പിന്നെ ഒരു മിഡ് ഡിവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. ടോപ്പ് ഡിവ് എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. ഐഡിയ ഉള്ള എലമെന്റ് ഉണ്ട്. അപ്പൊ അതിന് രണ്ടെണ്ണത്തിനും സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു. ബോർഡർ കൊടുക്കുന്നു, പാഡിങ് കൊടുക്കുന്നു വിത്ത് ടെസ്റ്റ് അലൈൻ മാർജിൻ. അതേപോലെ തന്നെ മിഡ് ഡിവിനും ബോർഡർ, പാഡിങ് വിത്ത് ടെസ്റ്റ് അലൈൻ മാർജിൻ, ഇങ്ങനത്തെ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നർ ഡിവിന് വേറെ ഒരു സ്റ്റൈല് അപ്ലൈ ചെയ്യുന്നു. ബോർഡർ, പാഡിങ് വിത്ത് കൊടുക്കുന്നു, ടെസ്റ്റ് അലൈൻ കൊടുക്കുന്നു, മാർജിൻ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൈല് ക്ലോസ് ചെയ്തിട്ട് ഹെഡ് ടാഗിന്റെ ഉള്ളിലാണ് സ്റ്റൈൽ ടാഗ്. അതിനകത്ത് ഓരോ എലമെന്റിന്റെയും സ്റ്റൈൽസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റൈൽ ടാഗ്, എന്നിട്ട് ഹെഡ് സ്റ്റൈൽ ടാഗ് കഴിഞ്ഞിട്ട് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ബോഡി ടാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് നമ്മൾ div id ഈക്വൽ ടു ടോപ്പ് ഡിവിനകത്ത് നമ്മൾ ഔട്ടർ ഡിവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ടോപ്പ് ഡിവിന് നമ്മൾ സ്റ്റൈൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഔട്ടർ ഡിവ്. അത് കഴിഞ്ഞിട്ട് div id മിഡ് ഡിവ് div id ഈക്വൽ ടു, ഇത് ക്ലോസ് ചെയ്യുന്നത് പിന്നെയാണ്. ആദ്യമേ ഈ ടോപ്പ് ഡിവിന്റെ ഉള്ളിലാണ് എല്ലാ ബാക്കിയുള്ള ഡിവ് എല്ലാം ഇരിക്കുന്നത്. മനസ്സിലായോ? മിഡ് ഡിവും ഇന്നർ ഡിവും ഈ ടോപ്പ് ഡിവിന്റെ ഉള്ളിലാണ്. ടോപ്പ് ഡിവ് എന്ന് പറഞ്ഞ ഐഡിയിലുള്ള ഡിവ് എലമെന്റിനകത്താണ് ഈ രണ്ടും ഇരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ടോപ്പ് ഡിവിനകത്ത് ഔട്ടർ ഡിവ് എന്ന് വന്നിട്ട് എഴുതുന്നു. div id മിഡ് ഡിവിന്റെ ഉള്ളിലാണ് എന്ത് ഇന്നർ ഡിവ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മിഡ് ഡിവ്, അത് കഴിഞ്ഞിട്ട് ഇന്നർ ഡിവ്, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്നർ ഡിവ് ക്ലോസ് ചെയ്യുന്നു, പിന്നെ മിഡ് ഡിവ് ക്ലോസ് ചെയ്യുന്നു, ഔട്ടർ ഡിവ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു. ഔട്ടർ ഡിവ് എങ്ങനെ ഇരിക്കുന്നത്? ഔട്ടർ ഡിവിന്റെ ഉള്ളിൽ മിഡ് ഡിവും ഇന്നർ ഡിവ്, മിഡ് ഡിവിന്റെ ഉള്ളിൽ ഇന്നർ ഡിവ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ടോപ്പ് ഡിവിനെ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ബോഡി ടാഗിന്റെ ഉള്ളിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ബോഡി ടാഗിനകത്ത് നമ്മൾ ഡിവിന്റെ അകത്ത് ഡിവ് നമ്മൾ എങ്ങനെ ഇരിക്കണേന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ആക്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതുന്നു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ടോപ്പ് ഡിവ് എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടല്ലോ, ആ ടോപ്പ് ഡിവിനകത്ത് നമ്മൾ ഒരു ഇവന്റ് ലിസണറിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പൊ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ് നടക്കുമ്പോഴത്തേക്കും കൺസോളിനകത്ത് ഔട്ടർ ഡിവ് ഹാസ് ക്ലിക്ക് എന്ന് വന്നിട്ട് വരും. ഔട്ടർ ഡിവ് ഹാസ് ക്ലിക്ക്ഡ് എന്ന് വന്നിട്ട് ഞാനാന്ന് വെച്ചാൽ മിഡ് ഡിവിന് ഒരു ഇത് കൊടുക്കുന്നു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി മിഡ് ഡിവ് ഡോട്ട് ഒരു ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു ക്ലിക്ക് ഇവന്റ് നടക്കുമ്പോഴത്തേക്കും, അതിനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? നമ്മൾ കൺസോളിനകത്ത് മിഡ് ഡിവ് ക്ലിക്ക് ചെയ്തു എന്ന് വന്നിട്ട് എഴുതുന്നു. ഈ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഇന്നർ ഡിവ് ഐ ഡി ഉള്ള എലമെന്റിനെ എടുത്തിട്ട് അതിനകത്ത് ഒരു ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ് നടക്കുമ്പോൾ കൺസോളിനകത്ത് ഇന്നർ ഡിവ് ഹാസ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. എന്നിട്ട് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മളിപ്പോ പഠിക്കുന്ന എന്താണ്? ബബ്ലിങ്ങിനെ കുറിച്ചാണ്. ബബ്ലിങ്ങിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. ബബ്ലിങ്ങിനകത്ത് എന്താണ് സംഭവിക്കുക? ഇന്നർ ഡിവിൽ നിന്ന് ഔട്ടർ ഡിവിലേട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഇൻ ദ കൺസോളിനകത്ത് എങ്ങനെയാണ് ഈ ഔട്ട്പുട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് കൺസോൾ. അപ്പൊ ഞാനിപ്പോ എന്നാന്ന് വെച്ചാൽ ഇന്നർ ഡിവിനകത്ത് ഞാൻ ഈ ഇവന്റ് ബബ്ലിങ്ങിന്റെ കേസിനകത്ത് ഞാൻ ഇന്നർ ഡിവിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുവാന്ന് വെച്ചു. അപ്പൊ ഇന്നർ ഡിവിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇന്നർ ഡിവ് ഹാസ് ക്ലിക്ക്ഡ്, പിന്നെ മിഡ് ഡിവ് ഹാസ് ക്ലിക്ക്ഡ്, ഔട്ടർ ഡിവ് ഹാസ് ക്ലിക്ക്ഡ്. ഈ ഓർഡറിലായിരിക്കും. അതായത് ഇന്നർ ഡിവിൽ നിന്ന് മിഡ് ഡിവിലേറ്റ് പോകും, മിഡ് ഡിവിൽ നിന്ന് ഔട്ടർ ഡിവ്, എങ്ങനെയായിരിക്കും ഇവന്റ് ആക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഇന്നർ ഡിവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും വരുന്നത്, ഈ ഓർഡറിലായിരിക്കും വരുന്നത്. അതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്.
മനസ്സിലായോ? അപ്പൊ ദിസ് is similar to the employees manager CEO. എംപ്ലോയീസ് മാനേജർ സിഇഒന്റെ നോട് സിമിലർ ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബബ്ലിംഗ് എന്ന് പറയുന്നത്. ഇവന്റ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് അലോ ദ ഡിഫോൾട്ട് സെറ്റിംഗ്. ഇതിനകത്ത് ഡിഫോൾട്ട് സെറ്റിംഗ് ഉണ്ട്. ഡിഫോൾട്ട് സെറ്റിങ്ങിനെ അലോ ചെയ്യുന്നു. അലോ ദ ക്യാപ്ചറിങ് ഇൻ ദ എലമെന്റ് ആഡ് ഇവന്റ് ലിസണർ. അതായത് ഇതിനകത്ത് ഡിഫോൾട്ട് സെറ്റിങ്ങിനെ അലോ ചെയ്യുന്നു. അതായത് അലോ ദ ക്യാപ്ചറിങ് ഇൻ ദ എലമെന്റ് ആഡ് ഇവന്റ് ലിസണർ. ആഡ് ഇവന്റ് ലിസണറിനകത്ത് എന്താണ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് എന്താണ് ക്യാപ്ചറിങ് അലോ ചെയ്യുന്നു. ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് ടേൺഡ് ഓഫ്. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് എന്താണ് ടേൺഡ് ഓഫ് ആയിട്ടായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഈ കേസിനകത്ത് അതായത് ഇവന്റ് ക്യാപ്ചറിങ്ങിനകത്ത് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് ഓൺ ആക്കി വെക്കും. അതാണ് പറയുന്നത്. ക്യാപ്ചറിങ് ഓൾറെഡി ഓഫ് ആണ് ഡിഫോൾട്ട് ആയിട്ട്, അതിനെ ഓൺ ആക്കി വെക്കും. സോ യു നീഡ് ടു ടേൺ ദ ക്യാപ്ചറിങ് ഓൺ ആൻഡ് ദാറ്റ്സ് വൈ യു ആർ സേയിങ് ട്രൂ. അപ്പൊ അത് ട്രൂ ആക്കി വെക്കണം. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചറിങ്ങിനെ ട്രൂ ആയിട്ട് മാറ്റണം. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ടോപ്പ് ഡിവ് എന്ന് പറഞ്ഞ എലമെന്റിനകത്ത് ഇവന്റ് ലെസൺ ഒരു ക്ലിക്ക് ഇവന്റ് നടക്കുമ്പോൾ കൺസോളിനകത്ത് ഔട്ടർ ഡിവ് ഹാസ്, അതായത് അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ടർ ഡിവ് ഹാസ് ക്ലിക്ക്ഡ്. ഇതിനകത്ത് ക്യാപ്ചറിങ് ബൈ ഡിഫോൾട്ട് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ ട്രൂ ആക്കി വെക്കണം. അതാണ് ഇതിന്റെ പ്രത്യേകത, ഈ ക്യാപ്ചറിങ്ങിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കോമ ട്രൂ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അതായത് ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ട്രൂ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അതാണ്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഡി. മിഡ് ഡിവിനകത്ത് നമ്മൾ ഒരു ഇവന്റ് ലിസ്റ്ററിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ മിഡ് ഡിവിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് മിഡ് ഡിവൈസ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ട്രൂ എന്ന് ക്യാപ്ചറിങ് ട്രൂ ആക്കി വെക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്നർ ഡിവിനെ നമ്മൾ എന്താണ് നമ്മൾ ഇവന്റ് ലിസണർ ഐഡിയ ഉള്ള എലമെന്റിന് ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നു. ക്ലിക്ക് ഇവന്റ് നടക്കുമ്പോൾ കൺസോളിനകത്ത് ഇന്ന ഡിവ് ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുന്നു. എന്നിട്ട് ക്യാപ്ചറിങ് ട്രൂ ആക്കി വെക്കുന്നു. ക്യാപ്ചറിങ് ട്രൂ ആക്കി വെക്കുന്നു. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഔട്ടർ ഡിവ്, മിഡ് ഡിവ്, ഇന്നർ ഡിവ്. അതായത് ഇപ്പൊ ഈ ഇന്നർ ഡിവ് when inner div was clicked, അതായത് ഇന്നർ ഡിവ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ക്യാപ്ചറിങ് എല്ലാം ട്രൂ ആക്കി വെച്ചേക്കുവാണ്. ബൈ ഡിഫോൾട്ട് ക്യാപ്ചറിങ് ഫാൾസ് ആണ്. ഇപ്പൊ ഈ കേസിനകത്ത് നമ്മൾ ഇന്നർ ഡിവിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാപ്ചറിങ് ട്രൂ ആയത് കാരണം ആദ്യമേ എന്താണ് ഔട്ടർ ഡിവൈസ് ക്ലിക്ക്ഡ്, മിഡ് ഡിവൈസ് ക്ലിക്ക്ഡ്, ഇന്നർ ഡിവൈസ് ക്ലിക്ക്ഡ്. അതായത് സിഇഒയിൽ നിന്ന് ഇവന്റ് ക്യാപ്ചർ എന്ന് വെച്ചാൽ സിഇഒ, പിന്നെ മാനേജർ, എംപ്ലോയീസ്, അങ്ങനെ ഈ ഓർഡറിലായിരിക്കും നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളൊരു എക്സാമ്പിൾ, സിഇഒ മാനേജറിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മാനേജർ എംപ്ലോയീസ് ആയിട്ട് ആ ഓർഡറിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഔട്ടർ മോസ്റ്റിൽ നിന്ന് ഇന്നർ മോസ്റ്റിൽ, ബബ്ലിങ്ങിനകത്താണ് ഇന്നർ മോസ്റ്റിൽ നിന്ന് ഔട്ടറിലേക്ക്. അതാണ് ഇവന്റ് ബബ്ലിങ്ങും ഇവന്റ് ക്യാപ്ചറിങ്ങും തമ്മിലുള്ള വ്യത്യാസം.